അതൊക്കെ അവിടെ നിൽക്കട്ടെ. അലിൻ ജോസിന് സങ്കല്പത്തിലുള്ള ഭാര്യ എങ്ങനെയായിരിക്കണം? നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം, സമാധാനം തരുന്ന വ്യക്തിയായിരിക്കണം, ഫെയിമോ പബ്ലിസിറ്റിയോ ഇല്ലെങ്കിൽ പോലും നമ്മളൊപ്പം ജീവിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ ഫെയിം കണ്ടാകരിക്കുന്ന പല പെൺകുട്ടികളും ഉണ്ട്. ഒരുപാട് പേര് വന്ന് കൈയൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാൻ കെട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് ലാസ്റ്റ് തന്നെ തേച്ചിട്ടുണ്ട്. കുറെ പേര് അങ്ങനെ തേച്ചിട്ടുണ്ട്. ആ, ഇപ്പൊ നിലവിൽ എത്ര കാമുകിമാരുണ്ട്? അങ്ങനെയില്ല, ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ ആ വ്യക്തി നമ്മളെ തേച്ചിട്ട് പോയി. സങ്കടമുണ്ട്. കാരണം നമ്മൾ ഒന്ന് ആരാധന ഉണ്ടെങ്കിൽ അത് പറയുക, അല്ലാണ്ട് നമ്മളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഇടിപ്പിക്കുക, സ്റ്റോറി എന്നിട്ട് നമ്മൾ ഇതാക്കുക. പിന്നെ ഒരുപാട് പേര് അങ്ങനെ വിളിക്കാറുണ്ട് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് ആ ഒരു ലൈനിൽ എടുക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മളത് ഇപ്പോൾ ഫെയിം ഉള്ളതുകൊണ്ട് ആ ഒരു രീതി കളിയാക്കാൻ വേണ്ടി ഞാൻ മെസ്സേജ് അയക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. കാരണം കേരളത്തിലെ ആൾക്കാർ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഗൾഫിലോട്ട് പോകുന്നത് അവിടെ ഒരു കാമുകയുണ്ട്? അല്ല, അവിടെ നമുക്ക് പറ്റിയ വൈബിലുള്ള പെൺകുട്ടികൾ സെറ്റാകും. കുറച്ചുകൂടി ബുദ്ധിയും എന്താ പറയുക ഇത്തിരി ഇന്റലിജന്റ് ഇപ്പൊ നിഖില വിമലിനെ പോലത്തെ വ്യക്തികളെ എന്നെ മനസ്സിലാക്കുള്ളൂ. നിഖില വിമലിനെ പോലുള്ള വ്യക്തി ക്യാരക്ടർ ഉള്ള ആൾക്കാർ മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ക്യാരക്ടറിനെ പോലെ വെല്ലുവിളിച്ച ഒരു ക്യാരക്ടർ അല്ല എനിക്ക് ബേസിക്കലി താല്പര്യം. അതൊരു ലൈഫ് ഫുള്ള് വേസ്റ്റ് അങ്ങനെയല്ലേ. ദിലീപേട്ടന്റെ ക്യാരക്ടർ അവസാനം അത് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയെ കല്യാണം ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ എങ്ങനെയുള്ള ആളായിരിക്കണം? ബോൾഡ് ആൻഡ് കുറച്ചുകൂടിയൊക്കെ സംസാരിക്കണം, മനസ്സ് തുറക്കണം, വെട്ടിത്തുറന്ന് പറയണം. ദേഷ്യം വന്നാൽ എന്നെ തല്ലണം. അങ്ങനെ തല്ലണോ? ആ, അല്ല, എന്നെ തല്ലാം തിരിച്ചല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നൊരു അല്ല, ഫാമിലി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. മൃഗീയമായിട്ട് വാക്കുകൾ ഉണ്ടാകുന്ന മതി. അപ്പൊ വനിതാ വിനീത എല്ലാം വിട്ടിട്ട് ഇവിടുന്ന് പോവാണോ?